നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഞാൻ ഒരു വലിയൊരു ദീർഘയാത്ര കഴിഞ്ഞിട്ട് ഇതാ വന്ന് കയറി ജസ്റ്റ് ഒന്ന് കുളിച്ചു. എല്ലാ ദിവസവും ഒത്തിരി ദിവസം കൂടി ഗ്യാപ്പ് കൊടുത്തും വീഡിയോ ഇട്ടിട്ടേ പിന്നെ വീണ്ടും വീഡിയോയ്ക്ക് ഗ്യാപ്പ് വരുത്താൻ ഒരു മടിയേ. എന്നാ ഡെഡിക്കേഷൻ അല്ലേ? ഇങ്ങനത്തെ ഒരു മുതലിനെ എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ? പിന്നെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ചുമ്മാ കേട്ടോ, ഇനി അത് മതി. പിന്നെ മൊഡാൾ ഷോള്, പ്യുവർ മൊഡാളിൻ്റെ ഷോളും പിന്നെ കുറച്ച് ക്രേപ്പിൻ്റെ ഷോളും. പ്യുവർ മൊഡാളിൻ്റെ ഷോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഷോളാണ്, ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും. അത് അജ്രക്ക് പ്രിൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്യുവർ മൊഡാളാണ്. ഇന്നത്തെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഐഡിയ അല്ല, ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഞങ്ങളുടെ ഷോപ്പിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഇത് കണ്ടോ, ഇത് ഇപ്പം നമ്മൾ മൊഡാളിൻ്റെ ഒരു ഇത്രയും 2.5 മീറ്റർ തുണി എടുക്കണമെങ്കിൽ നല്ല റേറ്റ് ആവും. 700-800 രൂപ മീറ്ററിനാവും. നല്ലതിന് കേട്ടോ, കുറഞ്ഞത് കിട്ടുന്നുണ്ടായിരിക്കും, അതെനിക്കറിയത്തില്ല. ഇത് വെച്ച് നല്ല ഒന്നാം തരമായിട്ടൊരു ടോപ്പ് തയ്ക്കാം. ഞാൻ അടുത്ത ദിവസം ടോപ്പ് തയ്ക്കുന്നുണ്ട്, ഞാനതിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് വെച്ച് അതായത് നല്ല വിട്ടും ഉണ്ട് ലെങ്ത്തും ഉണ്ട്. അത് നല്ലൊരു നെക്ക് പാറ്റേൺ വെച്ചിട്ട് താഴെ ഒന്നും ചെയ്യണ്ട. ഇത് നല്ലൊരു എന്നാ പറയുന്നത്, ഇതൊരു മോഡലാക്കി മാറ്റി ഫ്രണ്ടിലും ബാക്കിലും ആക്കിയിട്ട് നല്ല ടോപ്പ് തയ്ക്കും. ഷോളെന്ന് പറഞ്ഞ് കാണിക്കും, എന്നിട്ട് ടോപ്പ് തയ്ക്കുന്ന കഥ പറയുന്നവരെ നമുക്കത് എങ്ങനെയൊക്കെ ഒരു സാധനത്തിന് ഇതിപ്പോൾ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്, 1000 above റേറ്റ് വരും. അപ്പോൾ നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് ഇനി അറിയത്തില്ലാത്ത കാര്യമൊന്നും അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ. ആരെങ്കിലും ഓർക്കുന്നില്ലെങ്കിൽ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞല്ല. ഇച്ചിരി നല്ല ലൈനിങ് ഇട്ട് ചെയ്താൽ മതി. നല്ല ഒന്നാം തരം കുർത്തിയായിട്ട് മാറ്റാം. മൊഡാളിൻ്റെ കുർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷനായിട്ട് വിടാമല്ലോ. ഇത് ആദ്യത്തെ കളർ കേട്ടോ, ഒരേ കളറെ തന്നെ പിടിച്ച് ചോദിക്കരുത്. ഒരേ കളറിന് തന്നെ ഒത്തിരി സ്റ്റോക്കില്ല, പല കളറുകളാണ്, പല ഡിസൈൻസിലാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ റീസ്റ്റോക്ക് ഉടനെ ഒന്നും വരികയല്ല ഞാൻ പറയുന്നില്ല, ഉടനെ വരികയില്ല. മൊഡാളൊക്കെ പെട്ടെന്ന് അങ്ങ് വരുന്നൊരു ഇതല്ല ഇത് ആദ്യത്തേത് കേട്ടോ. കണ്ണിനകത്തു നിന്നൊക്കെ ഒരുമാതിരി തിളച്ച് വരുന്നു. പിന്നെ പർപ്പിളിൻ്റെ ഒരിത്. നല്ല സ്മൂത്താട്ടോ, ഇതുണ്ടോ, നല്ല സ്മൂത്താണ്. പിന്നെ ഷോളല്ലേന്നോർത്ത് കൊണ്ടുപോയി സ്വന്തമായിട്ട് വാഷും ചെയ്യാൻ പോകരുത് കേട്ടോ. അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം ഷാമ്പു വാഷെങ്കിലും ചെയ്യാവുള്ളേ. അല്ലാതെ പോയി ഇത് പ്യുവർ മൊഡാളാണ്. സിൽക്ക് വരുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം കാണും. കണ്ടോ, മുമ്പേ കണ്ടത് ഡാർക്ക് മെറൂൺ, ഇത് റെഡിഷ് മെറൂൺ. എനിക്ക് ഈ കളർ മൊഡാളിൻ്റെ കുർത്തി ഉണ്ട്, അല്ലെങ്കിൽ ഞാനിത് വെച്ച് തയ്ച്ചാണ്. ഇതെനിക്ക് എന്നാ ഇഷ്ടമാണ് കുർത്തി തയ്ക്കാൻ. അത് പറഞ്ഞൊക്കെ തയ്ക്കാമല്ലേ, എന്തോ നല്ലല്ലേ. എൻ്റെ മുന്നേ കയറി നിൽക്കാതെ ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട്. കൊള്ളാമല്ലോ, ഇത്രയാണല്ലോ. എന്നെ സുഖമെന്ന് ഇടാൻ ഭയങ്കര ബോഡിക്ക് സുഖമാണ്, നല്ല ക്ലാസ് ലുക്കുമാണ്. ഇതിൻ്റെ കൂടെ ഒരു പ്ലെയിൻ കളർ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ഇഷ്ടമുള്ള അതിലുള്ള മെറൂണോ ബ്ലാക്കോ വൈറ്റോ ഒക്കെ, ക്രിസ്മസിനൊക്കെ വൈറ്റിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് പോവാം കേട്ടോ. ബ്ലാക്ക് ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുർത്തി തയ്ക്കണമെങ്കിൽ ആ ടാസിൽ വെച്ചൊക്കെ തയ്ക്കുകയാണെങ്കിൽ വേറൊരു ഇതാണ്. ഷോളാന്നൊന്നും തോന്നത്തൊന്നുമില്ല. അത് വേണമെങ്കിൽ അത് വെച്ച് ടക്കുന്ന് 2 കട്ട് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്താൽ മതി. നേവി ബ്ലൂ. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ വരും, ഉറപ്പ് കാര്യം. പിന്നെ ഇങ്ങനത്തെ ഒരു ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ ചെറിയതാണേലും വലുതാണേലും അതിന് ചേരുന്ന ഒരു ടോപ്പും ബോട്ടവും സംഘടിപ്പിച്ചാൽ മതി. നല്ലൊരു ഇതാണ്. ഞാൻ സെയിൽ നടക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല. നമുക്ക് മൊഡാളിൻ്റെ ഷോളിന് സെയിൽ നടക്കാൻ ഒരുപാടുമില്ല, സത്യമായിട്ട് ഞാൻ പറയാം. എത്രയോ പേരെന്നെ വിളിച്ചേച്ച് പറയുന്നു മൊഡാളിൻ്റെ ഷോൾ വരുമ്പം പറയണേ. ഡിസൈൻ മാറിയല്ലേ. ഇത് വേറെ ഡിസൈനാണേ, പല ഡിസൈനാണ്. മൊഡാൾ തന്നെ എല്ലാം സെയിമാണ്, കളറിനകത്തും തമ്മിലും ഇത് വരും, പക്ഷെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഗോഷ്ടിക്ക് എന്നെ കഴിഞ്ഞിട്ടല്ലേ ഉള്ള ആൾ ഈ കേരള മഹാരാജ്യത്ത്.
ഹാ, കറുപ്പ് നല്ല ഡീപ്പ്. എൻ്റെ ഈ കുർത്തിക്കൊക്കെ ചേരും അല്ലേ ഞാൻ ഇട്ടേക്കുന്നത്? വേണമെങ്കിൽ ചേർക്കാം അല്ലേ? അല്ലേ, ചേരുവോ? ചോദിച്ചാൽ മറുപടി ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളോടൊന്നുമല്ല, ഞാൻ ഇവിടെ വീഡിയോയിൽ കൂടെയാണ് ചോദിച്ചു. ഓ, നോക്കിപ്പിടിപ്പിക്കും, അത് നോക്കിപ്പിടിക്കും. ഈ പിള്ളേരെയൊക്കെ വഴക്ക് പറയുമ്പോഴേ, പിള്ളേരോടൊക്കെ വഴക്ക് പറയും. എൻ്റെയൊക്കെ പരിപാടി എന്താണെന്നറിയോ? പിള്ളേരിപ്പോൾ എന്നെ ഇതൊക്കെ തറുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ട് പാടി കേൾപ്പിക്കും. പിന്നെ ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു, പിന്നെ ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, ഇങ്ങനെയൊക്കെ പാടുക. അമ്മ സെൻറ്റി തുടങ്ങി. പിന്നെ അമ്മ വീട് ഭയങ്കര സെൻറ്റി അടിക്കലാണ്. വഴക്കുണ്ടാക്കൊന്നും പോകല്. ചിലപ്പോൾ എൻ്റെ മൂഡ് വല്ലതും തെറ്റിയിരിക്കുന്നതാണ്, കിട്ടുന്ന വെച്ച് കൊടുക്കും. അടി കൊടുക്കത്തില്ല കേട്ടോ, ഞാൻ അടിക്കത്തില്ല, പിള്ളേരെ അടിക്കത്തേ ഇല്ല. ഞാൻ അങ്ങനെ ഒരാളാണ്. എന്നെ ഞാൻ പഠിപ്പിച്ച പിള്ളേർക്കറിയാം, സ്കൂളിലെ പിള്ളേർക്ക് സത്യം പറഞ്ഞ ചിരി എനിക്ക് വടി പിടിക്കാനറിയാം. സത്യമായിട്ടും പറയുന്ന കാര്യം, എന്നെ അടിക്കത്തില്ല പിള്ളേരെ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് അതിനുള്ളൊരു ഇതില്ല. എന്നാൽ ഞാൻ മേടിച്ചിട്ടുള്ള അത്ര അടി ആരും മേടിച്ചിട്ടുമില്ല. ഇഷ്ടം പോലെ തല്ല് കൊണ്ടിട്ടുണ്ട് അമ്മയുടെ. ഇന്ന രസമാണ്, നല്ല കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. പിന്നെ സൂക്ഷിക്കണം, അതേ ഞാൻ പറയുള്ളൂ. മൊഡാൾ സിൽക്കാണ്, സൂക്ഷിക്കണം. നമ്മൾ ഫങ്ഷൻ വെയർ ആയിട്ട് കരുതി ഒരു ഷോളിനൊക്കെ 1000-ന് മേളിൽ വില കൊടുത്ത് മേടിക്കുമ്പം അതിൻ്റെ പരിഗണന കൊടുക്കണം. ഇതിലേതായാലും ഞാനിപ്പോൾ ഒരെണ്ണം അടിച്ച് മാറ്റിക്കൊണ്ട് പോകും. നല്ലല്ലേ ഇതെടുത്ത? നല്ലതാണോ? എന്തേലും ഒന്ന് മൊഴിയേ. ഓ അല്ലേ, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ മറുപടി പറയണ്ടേ അല്ലേ? ഞാൻ സ്ക്രീനല്ല നോക്കുന്നു, ഞാനിവിടെ കണ്ണാടിയല്ല നോക്കുന്നത് കേട്ടോ. എൻ്റെ മുന്നിൽ വലിയൊരു നിലക്കണ്ണാടിയുണ്ട്, ഞാൻ അതിത്തെ നോക്കി നിൽക്കുക. എന്താ രസം. കുറേ കസ്റ്റമേഴ്സ് ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ട് മൊഡാൾ ഷോൾ വരുമ്പോൾ വിളിച്ച് പറയണമെന്ന്. ആരൊക്കെയാണോ എന്തോ. ഡിസൈൻ മാറിയോ? മാറിയെങ്കിൽ പറയണേ. മാറിയോ അതോ മറ്റേതുമായിട്ട് മിക്സ് ആയിട്ടിരിക്കുന്നതാണോ? നമ്പർ നോക്കി എടുത്താൽ മതി കേട്ടോ. മെറൂൺ, നല്ല ഡാർക്ക് മെറൂൺ. ഇത് വരുമ്പോൾ ചെറിയ ഡിസൈൻസ് വരും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ചൊവ്വേ നൂർത്ത് കണ്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാനും ഇത് ഒരെണ്ണോ രണ്ടെണ്ണോ മോഡൽ മാത്രമല്ലേ നമ്മൾ കാണുള്ളൂ, ഓരോന്നും കളർ നൂർത്ത് നോക്കത്തില്ലല്ലോ. ഇപ്പോഴാണ് ഞാനും കാണുന്നത്. ഓ, എനിക്കിഷ്ടപ്പെട്ടു. എന്നാ കോഫി ബ്രൗൺ അല്ലേ? നോക്കിയിട്ട് പറ, കോഫി ബ്രൗൺ അല്ലേ? എല്ലാവരും വൈകുന്നേരം ആയപ്പോഴത്തേനും അങ്ങ് മടുത്തന്നേ. ഞാനാണെങ്കിൽ സത്യം പറയട്ടെ, ഇപ്പം ഞാൻ ചിരിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓർക്കത്തില്ല എനിക്ക് ഒരു പ്രശ്നമില്ലെന്ന്. എൻ്റെ തലയ്ക്കകത്ത് നിന്ന് ഇങ്ങനെ ഈ ചൂട് വമിക്കുകയോ കുളിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനുമേ കണ്ണിനകത്തതും തലയ്ക്കകത്തുനിന്നൊക്കെ. ഞാൻ ഇപ്പോൾ ഷോപ്പിൽ വന്ന് കയറിയതേ ഉള്ളൂ, ഇപ്പോഴാണ് വന്നേ. എന്നിട്ടേ അവരൊക്കെ പറയാം എൻ്റെ ഇവിടെ മുഴുവൻ എന്തെന്ത് ചുമന്നോ കറുപ്പ് എന്തോ കളറിലിരിക്കുവാന്ന്. നേരായിരിക്കും. ഇത് മറ്റേ അജ്രക്കിൻ്റെ എല്ലാം അജ്രക്ക് പ്രിൻ്റാണേ. കണ്ടോ, അടിപൊളിയല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഇതെന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷോൾ എടുത്തെങ്കിൽ അത് വെച്ച് കുർത്തി തയ്ക്കണം. കുർത്തി തയ്ച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് നല്ല നെക്ക് പാറ്റേൺ ഒക്കെ ഒരെണ്ണം കണ്ടെത്തണം. ഞങ്ങൾ കുർത്തി തയ്ച്ച് തരാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്ക്കണമെങ്കിൽ നല്ല പ്രൊഫഷണൽ സ്റ്റിച്ചിങ് ആണ്. ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ ഇപ്പോൾ കേട്ടോ കുടിക്കും. ഹൈദരാബാദ് ഫിലിം സിറ്റിയിലെ കട്ടറാണ് ഞങ്ങളുടെ കട്ടർ. ആക്ട്രസിനൊക്കെ ആക്ട്രസ്മാർക്കും ആക്ടേഴ്സിനും ഒക്കെ കട്ട് ചെയ്ത് തരുന്ന കട്ടിങ് മാസ്റ്ററാണ് ഞങ്ങളുടെ കട്ടിങ് മാസ്റ്റർ. അപ്പം ഉണ്ടല്ലോ, പ്രൊഫഷണലായിട്ടാണ് തയ്ക്കുന്നത്. പക്ഷെ റേറ്റ് ഇച്ചിരി കൂടും. നിങ്ങളുടെ അളവ് കറക്റ്റ് അളവ് അയച്ച് തന്നാൽ മതി. എന്ത് സാധനം തയ്ക്കും കേട്ടോ. വെഡ്ഡിങ് ഗൗണൊക്കെ അടിപൊളിയായിട്ട് തയ്ക്കും. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം ഈ സിമ്പിൾ കുർത്തി തയ്ക്കാൻ കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമല്ലേ. വേറെ സാധനങ്ങൾ കൊടുക്കണം, ഭയങ്കര എന്താ പറയുന്നത്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ലെഹങ്കായിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് വന്നിട്ട് നാളെ തരാൻ പറഞ്ഞാൽ നോ രക്ഷ. അതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ കേട്ടോ. അപ്പോൾ ഓർക്കും ഭയങ്കര റേറ്റ് ആയിരിക്കും. എന്നാ ഫിലിം സിറ്റിയിലെ അങ്ങനെയൊന്നുമില്ല. റേറ്റ് ഇച്ചിരി കൂടും. അതുപോലത്തെ സ്റ്റിച്ചിങ് ആയിരിക്കും റേറ്റ്. കണ്ടോ, ഇത് മിക്സ് ആയിട്ടായിരുന്നു അല്ലേ? ഇത് മറ്റേ ഇടയ്ക്ക് കണ്ടതിൻ്റെ അല്ലേ? തീർന്നോ? ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ലയോ? എന്നാന്നറിയോ പ്രശ്നം?
ഇത് ബാറ്ററി തീർന്നെന്നോ അതിനാ ഇതത് തീർന്നു, മൊഡാൾ ഷോൾ തീർന്നേ. ഇതുണ്ടല്ലോ ഷിഫോൺ ക്രേപ്പ് മിക്സ് ആയിട്ടുള്ള ഷിഫോൺ ഷോളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ഇത് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം. സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ ഭയങ്കര ലെങ്ത് ഇല്ല, ഓവർ ലെങ്ത് ഇല്ല കേട്ടോ. പൊക്കം കൂടുന്നതനുസരിച്ച് ലെങ്ത്തിന് കുറവ് വരും. ഇത് എത്ര ലെങ്തേ ഉള്ളൂ ഞാൻ ഇട്ടേക്കുന്നുണ്ടോ. അയ്യോ ആണേ. പക്ഷേ ഇതിന് റേറ്റ് ഉണ്ട്. കാരണം ഇതിനെന്ന് ചോദിച്ചാൽ ഇതൊരു അതിൻ്റെ ആ ഒരു സ്റ്റഫിൻ്റെ ആ സ്കാലപ്പ് ചെയ്തേക്കുന്നതിൻ്റെ കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം റേറ്റ്. ഞാനും ചോദിച്ചു തന്നെ റേറ്റ് എന്ന്. പ്ലെയിനൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. ഇഷ്ടമുള്ളവരെടുത്താൽ മതി. റേറ്റ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ എടുക്കണ്ട. പക്ഷെ നമുക്ക് കിട്ടിയ റേറ്റ് അനുസരിച്ചല്ലേ നമുക്ക് റേറ്റ് ഇടാൻ പറ്റുള്ളൂ. ആഷ് കളറേ, ഒരു ക്രേപ്പിൻ്റെ കനം കുറവാണ്. ക്രേപ്പിൻ്റെ പോലത്തെ ഒരു ചെറിയൊരു തരിതരിപ്പുണ്ട്. ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഒതുങ്ങിക്കിടക്കും ശരീരത്ത്, നല്ല ഒതുങ്ങിക്കിടക്കും. ഒറ്റ കളർ ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലൊക്കെ ഇടുന്നവരുണ്ടല്ലോ, ഇത് നല്ല സ്റ്റൈലായിരിക്കും. രണ്ട് ഷോൾ എന്നാണെങ്കിലും ഞാൻ രണ്ടെണ്ണം എടുക്കും. ഇത് പീക്കോക്ക് ബ്ലൂവോ സ്കൈ ബ്ലൂ അന്ന് അതും അറിയത്തില്ല. അല്ലേ തന്നെ ഏതാണ്ട് അറിയായിരുന്നു. ഒനിയൻ, ഇത് ഭയങ്കര നൈസാട്ടോ, കനം കുറവാണേ. ഗോൾഡൻ യെല്ലോ, ഒരു പ്രിൻ്റഡ് ഷോളെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. സ്കാലപ്പ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അതിൻ്റെ മെറ്റീരിയലിന് ഉണ്ട്. തലവേദനയെടുക്കുന്നു. നേവി ബ്ലൂ, ബോട്ടിൽ ഗ്രീൻ, ഡിസ്കൗണ്ട് സെയിലിനെ പറ്റി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് സെയിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഡിസ്കൗണ്ട് സെയിൽ വേഗം തന്നെ ഇടാം കേട്ടോ. ഇപ്പോൾ ഓണം ക്ലിയറൻസ് എന്നും പറഞ്ഞ് ഡിസ്കൗണ്ട് സെയിൽ വേഗം തന്നെ ഇടാം. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിപ്പോൾ ഒരു ക്ലിപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. എൻ്റെ ഒരു സന്തോഷം അത്. നിങ്ങളൊക്കെ ചിലപ്പോൾ ചിലരിലെങ്കിലും വിചാരിക്കും ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഒബ്വിയസ്ലി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു സന്തോഷം കൂടിയാണ്. വന്ന ഒരു കസ്റ്റമറുടെയും പിന്നെ ഞങ്ങളുടെയും. പിന്നെ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുമല്ലോ വിദ്യയുടെ ഷോപ്പിൽ നിന്ന് പോയാൽ എങ്ങനെയാണ് എന്ന്. അത് അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ അല്ല, ഇതെങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും നല്ലതെന്നല്ലേ പറയുന്നത്, അല്ലാതെ മൂന്നാമതൊരാൾ പറയുന്നത് കേൾക്കാനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഇവിടെ ഒന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാനങ്ങനെ ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ഹാപ്പി കസ്റ്റമർ എന്ന് പറഞ്ഞ് എടുത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? യാതൊരു പരസ്യവും കൊടുത്തിട്ടില്ല ഞാൻ. സത്യം പറയാം, ഒരു പത്രത്തിലാകട്ടെ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്. ഈയിടെ പള്ളിയിൽ ഇങ്ങനെ 8 നോമ്പ് പെരുന്നാൾ വന്നപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് സപ്ലിമെൻറ്റിനകത്തൊരു പരസ്യം കൊടുക്കണമെന്ന്. അതാണ് ആദ്യമായിട്ട് ഇസബല്ലയ്ക്ക് കൊടുക്കുന്ന പരസ്യം. ഇസബല്ലയുടെ പരസ്യം മുഴുവൻ നിങ്ങളുടെ ഓരോരുത്തരും വാമൊഴിയാണ്. അതിനാണ് ഞാൻ ഏറ്റവും വലിയ വില കൽപ്പിക്കുന്നത്. ആ പരസ്യത്തിനോളം വില വേറൊന്നിനുമില്ല. ഒരാൾ ചെന്ന് ഒരാളോട് പറയുക ഇസബല്ലായി പോകും നല്ലതാ എന്ന് പറയുന്ന അത്രയും വില വേറെ എത്ര ലക്ഷങ്ങൾ മുടക്കിയുള്ള പരസ്യത്തിനോ വലിയ ഷോ കാണിച്ചിട്ടോ എന്നാ പറയുന്നത്. ഞങ്ങളുടെ ഇനാഗുറേഷനൊക്കെ വളരെ ലളിതമായിട്ട് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങളായ അപ്പനും അമ്മയും കൂടി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരെ വേണ്ടപ്പെട്ട ബാക്കിയുള്ളവർ വേണ്ടപ്പെട്ടാത്തതല്ല, വലിയൊരു ഫംഗ്ഷനായിട്ട് ഒന്നും വെച്ചില്ല. വലിയ എന്നാ പറയുന്നത് വലിയ മേളക്കൊഴുപ്പുകളൊന്നും ഇല്ലാതെ നടത്തിയതാണ്. എന്നിട്ടും എല്ലാത്തിനും ഉപരി വലിയ ഫാഷൻ ഡിസൈനർ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ നേരം വരെ ഒരു മുട്ടും വന്നിട്ടില്ല. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഞാൻ ഇല്ലാത്ത പറയില്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയും. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് ഉള്ള ഇതാണ് ചിലർക്കുണ്ട്. അയ്യോ ഉണ്ടെന്നൊന്നും പറയരുത്, കണ്ണ് കിട്ടുന്നൊന്നും. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതായിപ്പോവും. ഉണ്ടെന്ന് ഉള്ളത് പറഞ്ഞാലേ ഉണ്ടാന്ന് ഉണ്ടാവുള്ളൂ. ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ദാരിദ്ര്യം പറഞ്ഞ് ദാരിദ്ര്യമായിപ്പോവും. ഒന്നും പോളിസി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് കാണണം കേട്ടോ. എൻ്റെ ഷോപ്പിൽ ഇന്ന് വന്നിട്ട് പോയൊരു കസ്റ്റമറാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു യാത്രയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്റ്റാഫ് എന്തുകൊണ്ടോ ആദ്യമായിട്ട് അവരൊരു വീഡിയോ പിടിച്ചതാണ്. ഞാൻ മുന്നേ പിടിച്ചിട്ടുണ്ട് ആരുടെയെങ്കിലും? ഇല്ല, ആരെയും പിടിച്ചിട്ടില്ല. ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഒരു കസ്റ്റമറെ വിളിച്ചതാണ്.
ആ മേഡത്തിൻ്റെ പേര് ശശികല എന്നാണ്. നെടുമാവെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നത്. ഫാമിലി മൊത്തം ഉണ്ടായിരുന്നാണ് പറഞ്ഞ്, അമ്മ ആരൊക്കെയോ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു പറഞ്ഞ്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഇടണം കേട്ടോ, കണ്ടു എന്നുള്ളത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഞാൻ വിദ്യാ മാഡത്തിൻ്റെ സംസാരമൊക്കെ ഇട്ടിട്ട് ഈ കടയിൽ വന്നതാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ സമീപനം നല്ല, അത് അങ്ങനെ ആഗ്രഹിച്ചു വന്നു. എനിക്ക് ഇഷ്ടമുള്ള എല്ലാം എടുക്കാൻ പറ്റി. എൻ്റെ അമ്മയ്ക്കും മോൾക്കും എനിക്കും എല്ലാ ഡ്രസ്സുകളും കൊടുക്കും. ഇനിയും വരാൻ ആഗ്രഹിക്കുന്നു.